Hi, hello, welcome to Ria Sony YouTube channel. ശരിക്കും നല്ല ക്രിഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ വ്ളോഗൊന്നും എടുക്കാറില്ലല്ലോ, സോ ഒരു ചെറിയൊരു മടി പോലെ ഉണ്ട്. ഓക്കെ ഫൈൻ, കുഴപ്പമില്ലായിരിക്കും, മാറുമായിരിക്കും. എനിവേ നമ്മളിന്ന് എണ്ണ കാച്ചാൻ പോവാണ്. തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കാച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലല്ലേ, ഞാൻ പോവാറാകുമ്പോഴത്തേക്കും കൊണ്ടുപോകാന്നുള്ള ലെവലിലാണ് ഞാനിപ്പോൾ കാച്ചാന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ ടൈമൊന്നും കിട്ടത്തില്ല, ഫുള്ള് റഷായി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകും. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ കാച്ച് ഇതെന്ന് വരുന്ന എനിക്കറിയത്തില്ല കേട്ടോ. ഈ വ്ളോഗ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെന്ന് വരുന്ന, എന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് എന്ന് ഇടുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. എങ്കിൽ പോലും ഞാനിപ്പോൾ വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ എടുക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഹൈ ഹൈ, അയ്യോ അയ്യോ, ഇങ്ങോട്ട് വാ, ഫോക്കസ് ഫോക്കസ്. അപ്പം ഞാനിപ്പോ എണ്ണ കാച്ചുമ്പോൾ ഞാൻ ഇടുന്ന ഇൻഗ്രീഡിയൻസ് മുഴുവൻ നിങ്ങളുടെ തലയ്ക്ക് പറ്റണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ ഹെയറിന് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. ചിലത് നിങ്ങൾക്ക് ജലദോഷം ഉണ്ടാക്കുമായിരിക്കും, ചിലർക്ക് ചില ഇൻഗ്രീഡിയന്റ് പറ്റത്തില്ല. അങ്ങനെയുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. എല്ലാം അതേപോലെ തന്നെ ചെയ്യാതെ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അല്ലാണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെയാ സാധനങ്ങൾ പറിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്, വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അത്രേ ഉള്ളൂ. മമ്മി ഒരു മൂലക്കോട്ട് എടുത്തങ്ങ് വെച്ചതാണ്. ഇപ്പൊ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് നല്ലപോലെ കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഒരു പീസ് കറ്റാർ വാഴ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോറി, ഒരു പീസ് കറ്റാർ വാഴയല്ല, നമുക്ക് കുറച്ച് അധികം വേണം. സോ ഞാൻ കത്തിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാം. എന്താ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നതെന്ന് കരുതണ്ട കേട്ടോ. ഇത് നമ്മൾ പെയിൻറ്റിൻ്റെ പരിപാടിയുടെ ടൈമിൽ നമ്മളിത് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചപ്പോൾ അവർ കഴുകിയപ്പോഴൊക്കെ പൊടിയൊക്കെ തെറിച്ചതാണ്. നമുക്ക് ഓരോന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കാവേ. അടിയത്തെ പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മൂത്തതായിരിക്കുമല്ലോ. അപ്പം കുറച്ച് അധികം വേണ്ടതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു സൈഡിൽ നിന്ന് മാത്രം ആക്കണ്ട, നമുക്ക് എല്ലായിടത്തുനിന്നും കുറേശ്ശെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ കിട്ടും. നമുക്ക് ഇവിടെ നിന്നും കട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ പൊടി പിടിച്ചിരിക്കുവാണ്. പൊടി അവർ പെര ഫുള്ള് വാഷ് ചെയ്തപ്പോൾ പൊടിയായതാണ്. സാരമില്ല, നമുക്ക് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിടാം. വെല്ലത്തിങ്ങെടുക്കാം. നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി തികയാണ്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നല്ലപോലെ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള എണ്ണ അതിനനുസരിച്ച് എടുത്താൽ മതിയേ. നമുക്ക് ഇത്രയും പോർഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിഴലിലൊക്കെ കാണിച്ചു തരുന്നുണ്ടേ. അപ്പോൾ ഇതിനി കുത്തിച്ചാരി ഇവിടെ വെക്കാം. നമ്മളിപ്പോൾ കറ്റാർവാഴയൊക്കെ ഇവിടെ കുത്തിച്ചാരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്നൊരു മഞ്ഞ ലിക്വിഡ് വരും. അപ്പോൾ അത് നല്ലപോലെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പോയില്ലെങ്കിൽ അത് പോയിസൺ ഉണ്ടാക്കും, അതേപോലെ നമുക്ക് അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഈ മഞ്ഞ ഇത് കണ്ടോ, ഇത് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ പറിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം പോയിട്ടുണ്ടാവും, പോയി നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോഴത്തേക്കും നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരയുടെ കൂമ്പാണ് കേട്ടോ. ഇനി നമുക്ക് പേരയിലേക്ക് ഇങ്ങനെ നോക്കാം. യെസ്, പേരയുടെ കൂമ്പും കാര്യങ്ങളൊക്കെ മണ്ടയിലുണ്ട്. ഇനി ഇത് എത്തിപ്പറിക്കുക എന്നുള്ളതാണ് ടാസ്ക്. നമുക്ക് നോക്കാം. പേരക്കൂമ്പ് പറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, പറിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു, എന്നാലും കിട്ടിയിട്ടുണ്ട്. അതാണ് വീഡിയോ എടുക്കാൻ പറ്റുക. ഞാൻ ചാടിയൊക്കെയാണ് പറിച്ച്. ഇനിയിപ്പോൾ അടുത്ത എന്താണ്, ബ്രിങ്കരാജ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യൂന്നി. നമുക്ക് പറിക്കാൻ പോവാം അല്ലേ. ഈ കയ്യൂന്നി എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ മമ്മിയുടെ ഒരു മെയിൻ ഐറ്റമാണ്. സോ പറിക്കുമ്പോൾ കട്ട് പറിക്കണം. നമുക്കെന്നാൽ കക്കാൻ പോവാം അല്ലേ. കമോൺ. ഈ കയ്യൂന്നി എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ മമ്മി പാത്ത് നട്ടേക്കുന്ന ഒരു ഐറ്റമാണ്. സോ ഞാൻ അങ്ങനെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു തെങ്ങിൻ്റെ ചോട്ടിലായിട്ട് മമ്മി നട്ടതോ ഇതിവിടെ നിന്ന് വളർന്നതോ എന്താണേലും ഇവിടെ കിടപ്പുണ്ട്. നമുക്കിത് നൈസായിട്ട് അങ്ങ് പറിക്കാം. പറിക്കുമ്പോൾ വേരോടെ ഇങ്ങ് പറിച്ചോ. ഓ വേര് പൊട്ടി. ഷെടാ, ഇനി അതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ വേര് പൊട്ടി.
വേരൂടെ നമുക്കിങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. ഇതാണ് വേര്. വേര് പറിക്കാൻ പറ്റത്തില്ല. സോ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. മമ്മി വരുന്നതിന് മുമ്പ് ഇതെടുത്തിട്ട് നമുക്ക് ഓടാം. കയ്യൂന്നിയും ഭൃംഗരാജും എന്താണെന്നറിയാത്തവർക്ക് ഇത് മുടി വളരെ അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും തോട്ടത്തിലോ തോപ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറിച്ച് വെച്ചോ. അടിപൊളി സാധനം. മുടി അങ്ങ് വളർന്ന് തഴച്ച് വളർന്നങ്ങ് ഭ്രാന്ത് പിടിച്ചാലോ വളരും. സെക്കൻഡ് മിഷനും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പേരയുടെ കൂമ്പ്, കറ്റാർ വാഴ, കയ്യൂന്നി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയാണ്. ഓക്കെ, നമുക്ക് കറിവേപ്പില പറിക്കാൻ പോവാം. കറിവേപ്പില പറിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ചെമ്പരത്തി നിൽക്കുന്നു. ചെമ്പരത്തി നമുക്ക് വേണം. ഫസ്റ്റ് നമുക്ക് കറിവേപ്പില പറിച്ചിട്ട് ചെമ്പരത്തി പറിക്കാൻ പോവാവേ. അല്ലെ ചെമ്പരത്തി പറിച്ചിട്ട് കറിവേപ്പില പറിക്കണോ? എന്താണ് നിങ്ങളുടെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യ്. ഞാനിപ്പോൾ കറിവേപ്പിലയിലേക്ക് തന്നെ പോവാം. ഇവിടെ തന്നെ കറിവേപ്പില നിൽക്കുന്നേ. ഓ മാൻ, ഇതുണ്ടോ? ആരും കണ്ണു വെക്കല്ലേ, കറിവേപ്പിലയൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യം കറിവേപ്പിലേക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഇതുണ്ടോ? കുറച്ചധികം വേണം കേട്ടോ. കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട, എന്നാലും കുറച്ച് വേണം. ഓക്കെ, ഈ നിലത്ത് കിടക്കുന്ന കുഞ്ഞപ്പനെയും കൂടെ അങ്ങ് പറിച്ചേക്കാം. അയ്യോ, യെസ്. വീഡിയോ ലാഗ് ഉണ്ടോ? ലോങ് ആണോ? ലോങ് ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടണ്ട. നിങ്ങൾ സ്പീഡിലിട്ടിട്ട് കണ്ടോ. ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളായിരിക്കും. ഇനി നമ്മൾ ചെമ്പരത്തിയിലേക്കാണ് പോകുന്നത്. അയ്യോ, ഇപ്പണിയത്തന്നെ. അയ്യോ, എന്താണ് ഈ കിടക്കണേ? ഇതിപ്പം കാലൊടിഞ്ഞാനെ. എനിവേ എന്തേലും ആട്ടെ. ക്യാമറക്കുട്ടൻ എന്താണ് ഈ കളിക്കണേ? ഇങ്ങോട്ട് വരൂ, തിരിയൂ തിരിയൂ തിരിയൂ. യെസ്, ഇതാണ് നമ്മുടെ ചെമ്പരത്തിയിൽ കുറച്ച് പൂവുണ്ട്. നമുക്ക് പൂവും പറിക്കാം. അയ്യോ ചത്തേനെ. കുറച്ച് പൂവും പറിക്കാം, അതേപോലെ കുറച്ച് ഇലയും പറിക്കാം കേട്ടോ. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണേ. ഈ ചെമ്പരത്തിയുടെ പൂ ഞാൻ എങ്ങനെ പറിക്കുന്ന ഇങ്ങനെ ആലോചിക്കുന്നത്. ഇത് ഇത്രയും മേലെയാണ് കേട്ടോ. നമുക്ക് തോട്ടി വല്ലതും ഇട്ടിട്ട് അടിച്ചു പറിക്കണോ? യെസ്, തോട്ടിയിട്ട് നമുക്കിങ്ങനെ അടിച്ചു പറിക്കാം. അയ്യോ, അത് കിട്ടുന്ന ലക്ഷണമില്ല. സോ നമ്മുടെ ഹെൽപ്പറായ മമ്മീനെ തന്നെ വിളിക്കാം. അതേ നടക്കത്തുള്ളൂ. അമ്മ, ഒന്നിങ്ങോട്ട് വരാവോ? മമ്മി മന്ദം വരുമ്പോഴത്തേക്കും ടൈം എടുക്കും തോന്നുന്നു. മമ്മി ഒന്ന് വേഗം വന്നിട്ട് പോകാവോ? നോ വേ ഗൈസ്, ഇത് നടക്കില്ല. മമ്മി വരുമ്പോഴത്തേക്കും നമുക്ക് ചെമ്പരത്തിയുടെ കുറച്ച് ഇല അങ്ങ് പറിക്കാം. എന്തിനാ ലേറ്റ് ആക്കുന്നേ? ഓക്കെ, നമുക്ക് ടൈം അങ്ങ് കുറവാ. അയ്യ നടക്കൂല. വാടാ കുട്ട. ഓഹ് എൻ്റെ പൊന്നടാ, ഇതെന്തൊരു കഷ്ടം. കണ്ണേ പൊടി പോയാനിപ്പം. നിങ്ങൾക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. ഫ്രണ്ട് ക്യാമറയിലോട്ടാക്കിയ കൊള്ളാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ വേണ്ട, നിങ്ങൾക്കിതൊക്കെയല്ലേ കാണണ്ടേ. നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ കാണണോ, ഇങ്ങനെ കാണണമെന്ന് പറയിട്ടോ. അടുത്ത പ്രാവശ്യത്തെ വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാം. ചാടി പിടിക്കാം. ചാടി ഞാൻ പിടിച്ചു. അയ്യാ, എൻ്റെ പൊന്നെ, തലയിലൊക്കെ പൊടി വേണോടാ. കുളിക്കണം. ഇനിയിപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ കുളിച്ചിട്ട് പോവാം അല്ലേ? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ കുളിക്കാനുള്ള സമയമുണ്ടോ? സമയമുള്ള പോലെ കുളിക്കാം. ഇപ്പോഴാണോ വരുന്നത്? ഇങ്ങോട്ട് വാ, ഞങ്ങൾ കുറച്ച് സീക്രട്ട് പറയാം. ചെമ്പരത്തിപ്പൂ ഒന്ന് പറിക്കാൻ ഹെൽപ്പ് ചെയ്യാവോ? മമ്മിയുടെ ആയ പൊട്ടിപ്പോയി, അതാണ് മമ്മി വരാഞ്ഞേ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാൻ വ്ളോഗ് എടുക്കുക, പറയുന്നതൊക്കെ നാട്ടുകാർ മൊത്തം കേൾക്കും. പേടിപ്പിച്ച പറിക്കോ? ഇനി മമ്മി പറിക്കോ? യെസ്, നമുക്ക് പൂവിങ്ങനെ മമ്മി താത്തി തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം. വിട്ടേക്ക്. സോ മമ്മീനെ കാണിച്ചാൽ മമ്മി എന്നെ പ്രാകും. ഓക്കെ,
അതുകൊണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൂവും കിട്ടിയിട്ടുണ്ട്, ഇലയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതവിടെ കൊണ്ടു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെത്തിയാണ് കേട്ടോ. ചെത്തി റോസിന് വലിയ ഗുണമൊന്നുമില്ല, എന്നാലും നമുക്ക് റോസ് ഇച്ചിരി എടുക്കാം. ഞാൻ ചുമപ്പിൻ്റെ മൊട്ട് മാത്രം എടുത്തിട്ടുണ്ട്, ചുമപ്പിൽ പൂവില്ലായിരുന്നു. തുളസിയാണ് കേട്ടോ വേണ്ടത്. പക്ഷേ തുളസി എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി മാത്രം എടുക്കാം. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടോളൂ, പ്രശ്നമില്ല. തുളസിയുടെ പൂ മാത്രം ഒരെണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് മൈലാഞ്ചി ആവശ്യമാണ്. ഇതെല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. നമുക്ക് കുറച്ച് മൈലാഞ്ചിയുടെ ഇല എടുക്കാവേ. നിങ്ങൾക്ക് എന്തേരെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഞാനൊരു കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് വലിയ താല്പര്യമില്ല എന്നല്ല, എനിക്ക് എന്തോ മൈലാഞ്ചീനേക്കാളും എനിക്കിഷ്ടം ഈ കറ്റാർവാഴ നല്ലപോലെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ. പല ടൈപ്പ് എണ്ണകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം അതാണ്. അതുകൊണ്ട് മൈലാഞ്ചി അധികം ഞാൻ എടുക്കുന്നില്ല, കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറ്റാർവാഴയുടെ ആ മഞ്ഞ ഇതെല്ലാം പോയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴുകിയെടുക്കാം. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. നല്ലപോലെ പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തേ പറ്റൂ. ഞാൻ തുറന്ന് ബക്കറ്റിലേക്ക് കറ്റാർവാഴ ഫുള്ളങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറ്റാർവാഴ നമ്മൾ കഴുകാൻ ഇട്ടിട്ടുണ്ട്, അതേപോലെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാം അല്ലേ. ഇതെല്ലാം നല്ലപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയുക, എല്ലാ സാധനങ്ങളും നിങ്ങളുടെ മുടിക്ക് പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ജലദോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് മാറ്റുക. എനിക്ക് നെല്ലിക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ജലദോഷം വരും, അതുകൊണ്ട് ഞാൻ നെല്ലിക്ക സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെല്ലിക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ ജലദോഷമൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്കയും കൂടി ഇടാം. ഒരു ഡാർക്ക് റോസൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതുകൂടി എടുത്തോ. ഞാനിവിടെ ഒരു റോസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. റോസ് പെറ്റൽസൊക്കെ നമ്മുടെ മുടിക്കും അതേപോലെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ ഞാൻ എല്ലാം കഴുകി നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അലോവേരയൊക്കെ കണ്ടോ നിങ്ങൾ, പൊടി ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നമ്മൾ കഴുകിയിട്ടുണ്ട്, എല്ലാം നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് കഴുകി വെക്കുക. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ പോവാം. അലോവേരയൊക്കെ നമ്മൾ നല്ലപോലെ കട്ട് ചെയ്തിട്ട് അത് മിക്സിക്കകത്ത് അടിക്കാൻ പോവാണ് കേട്ടോ. മിക്സി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് കുഞ്ഞിതാക്കിയിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ അത് കാണിക്കുന്നില്ല, സമയം ഒത്തിരി പോകുന്നുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ. ചേർക്കാത്തൊരു സാധനമുണ്ട്, ചെറിയുള്ളിയും കൂടെ ചേർക്കണം കേട്ടോ. അത് നിങ്ങളുടെ മുടിക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചേർക്കുക. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, സോ ഞാൻ ഇടുന്നുണ്ട്. ഞാനൊരു വലിയ ജാറ് ഫുള്ളായിട്ട് അലോവേര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തു വെച്ച ബാക്കി കറ്റാർവാഴ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചേർക്കാൻ പോവാണേ. ഞാൻ ഇത്രയും ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ചെറിയുള്ളിയുടെ ആ സ്മെല്ലൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇത് നല്ലോണം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാവേ. നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അരയാണ്ട് വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോകണം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാവട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകണം കേട്ടോ. കുറച്ച് എണ്ണ ആദ്യം ഒഴിക്കാം. ഇത്ര എണ്ണയാണ് ആദ്യം ഞാൻ ഒഴിച്ചിട്ട്. എണ്ണ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എണ്ണയിലേക്ക് നമ്മൾ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഉലുവ മുടിക്ക് നല്ലതാണ് കേട്ടോ. നല്ലപോലെ പൊട്ടി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കറ്റാർവാഴ ഒഴിക്കാൻ പോകണം കേട്ടോ. മെല്ലെ ഒഴിക്കണം, തെറിക്കരുത് കേട്ടോ. കയ്യിലേക്കൊക്കെ തെറിച്ചാൽ പൊള്ളി പണിയാവും. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇൻഗ്രീഡിയൻസ് നികന്ന് എണ്ണ വേണം, അതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അതിൻ്റെ അതിന് വെള്ളമൊക്കെ പോയി നല്ല കുരു പോലെ വരും. അതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. സമയത്ത് കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കാം കേട്ടോ.
നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ റോസ്മേരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ എണ്ണ റെഡി ആകുമ്പോൾ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് കുറച്ച് ആപ്പിൾ കഴിക്കാം. ഇപ്പോൾ പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ചെറുതായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട്. നേരത്തെ പോലെ ഒന്നല്ല കിടക്കുന്നേ. ഇനി കുറച്ചൊരു 5-10 മിനിറ്റ് കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകത്തിലാവും. അപ്പോൾ കാണിച്ചു തരാവേ. കുറേ നമ്മുടെ എണ്ണ ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഉരുണ്ട് വന്നേക്കുന്ന കണ്ടോ. യെസ്, ഫൈനലി നമ്മുടെ എണ്ണ ആയിട്ടുണ്ട്. ഇതിനി തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇതിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മൂത്ത് പോവും. സോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവേ. ചൂടോടെ തന്നെ മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങാൻ പോവാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിലോട്ടാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ഉണ്ടാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.